ഇന്ന് ഗോവിന്ദേട്ടന് തൊടുപുഴയിൽ വർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗോവിന്ദേട്ടൻ പറഞ്ഞു, വാ നമുക്ക് എല്ലാവർക്കും കൂടെ വീട് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന്. നേരെ പാലായിലോട്ട്. എന്നാൽ പിന്നെ അച്ഛനെയും അമ്മേനെയും എല്ലാവരെയും വിളിച്ച് നമ്മൾ നേരെ പാലായിലോട്ട് പോയി. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പവും ചിക്കൻ സ്റ്റൂ, ഞാൻ ഇടിയപ്പവും കടലക്കറി. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഇവിടുത്തെ ഉച്ചയ്ക്കത്തെ മെനു കാണുന്നത്. എന്തായാലും മെനു കാർഡെല്ലാം അക്ഷരം തെറ്റാതെ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഇടിയപ്പവും കടലക്കറിയൊക്കെ നന്നായിട്ട് കഴിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. കോളേജിലാണ് പോകുന്നത്. നേരെ ഒന്നും വീഡിയോ ഇടില്ലെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് ചെന്നു. വീട്ടിൽ ചെന്നപ്പോഴത്തേനും അമ്മ എനിക്ക് പീരയ്ക്ക മുളകിലൊക്കെ ഇട്ട് തന്നു. പിന്നെ ഉച്ചയ്ക്ക് നല്ല പോർക്ക് വരട്ടിയതും രസവും അവിയലും ഒക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു. അതെനിക്ക് പോർക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇതാണ് എൻ്റെ കുക്കിങ്ങിനെ അറിയാമല്ലോ. പിന്നെ അമ്മ വൈകുന്നേരത്തേന് അവർക്ക് ബ്രെഡും നമ്മുടെ ബീഫ് സ്റ്റൂവും ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഷീലാമ്മയും കുക്കിയായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. അവൻ ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു, പിന്നെ അമ്മയായിട്ടും പെട്ടെന്ന് കമ്പനിയായി. ഇതൊക്കെ പോട്ടെ, ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും അവർ രാത്രിയായി. അപ്പം എന്തായാലും പറഞ്ഞു, രാത്രി ആയതുകൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ കിടന്ന് പിറ്റേ ദിവസം രാവിലെ നമ്മളിവിടുന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും നമ്മുടെ വീട്ടിൽ കിടക്കാനുള്ളൊരു ഭാഗ്യം. അത് ആദ്യമായിട്ടാണ് അവർ വീട്ടിലൊരു ദിവസം മൊത്തത്തിൽ തങ്ങുന്നത്. ഞങ്ങൾ ഇതിനിടയ്ക്ക് വരാറുണ്ട്. അങ്ങനെ കുക്കിയോടും എല്ലാവരോടും ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം. ഓക്കെ, ബൈ.